ഈ ക്രിസ്ത്യാനികളൊക്കെ വിഗ്രഹാര ആരാധകരാണ്. കാരണം ഈശോൻ്റെ കർത്താവിനെ ബൈബിളിൽ പറയുന്നുണ്ട്, നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കരുതെന്നും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പള്ളികളിലൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ചെയ്യും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ വിഗ്രഹാരാധകരാണോ? അതിന് ഉത്തരം വളരെ അസന്നിഗ്ധമായിട്ട് പറയാവുന്നത് ക്രിസ്ത്യാനികൾ വിഗ്രഹാരാധകർ അല്ല എന്നാണ്. പക്ഷെ നമ്മുടെ പള്ളികളിലൊക്കെ പള്ളികളിൽ കുറേ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്റ്റാച്യൂസ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഈ സ്റ്റാച്യൂസ് വയ്ക്കുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന കൽപ്പനയ്ക്ക് എതിരല്ല. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന കൽപ്പന ഒന്നാം കൽപ്പനയായിട്ടാണ് തന്നിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ, നിയമാവർത്തന പുസ്തകവും 5-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെയാണ് നമുക്ക് 10 കൽപ്പനകൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന ഈജിപ്തിൽ നിന്ന്, അതായത് അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നതിൻ്റെ വിശദീകരണം എന്ന നിലയിലാണ് നീ യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹത്തിൻ്റെയും മുൻപിൽ നീ വന്ദിക്കരുത്, വണങ്ങരുത് എന്നൊക്കെ പറയുന്നത്. ഇനി ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, അവയെ വന്ദിക്കരുത് എന്ന് പറയുന്ന ഈ സെൻറ്റൻസ് തന്നെ അത് ഒരു സെൻറ്റൻസാണ്. അതിൻ്റെ പ്രാധാന്യം കൂടി നമ്മൾ ഭാഷ ശരിയായി മനസ്സിലാക്കിയിട്ട് വേണം വ്യാഖ്യാനിക്കാൻ. അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്ന വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്നതും പിന്നെ അവയെ ആരാധിക്കരുത് എന്ന് പറയുന്നതും ഇവയ്ക്ക് രണ്ടും ഒരേ പ്രാധാന്യമല്ല ആ വാക്യത്തിൽ ഉള്ളത്. എന്ന് വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആരാധിക്കാൻ വേണ്ടി നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് ദൈവം അവിടെ ആവശ്യപ്പെടുന്നത്. അല്ലാതെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയേ ചെയ്യരുത് എന്നല്ല. അതൊരു പടം വരയ്ക്കാൻ പാടില്ലെന്നോ ഒരു സ്റ്റാച്ചു നിർമ്മിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും രൂപങ്ങൾ ഉണ്ടാക്കുന്നത് പാടില്ലെന്നോ അല്ല ദൈവം പറയുന്നത് എന്ന് പഴയ നിയമത്തിൽ നിന്ന്, ഈ നിയമം കൊടുത്ത ദൈവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ദൈവം മോശയ്ക്ക് ഈ കൽപ്പന കൊടുത്തു, മോശ വഴിയായിട്ട് ജനങ്ങൾക്ക് ഈ കൽപ്പന കൊടുത്ത ദൈവം യഹൂദരുടെ യാത്രയ്ക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മളത് വായിക്കണം. സീനായ് മരുഭൂമിയിൽ കൂടിപ്പോയ ആളുകൾക്ക് ഒരു സമയത്ത് ഒരു വലിയ അപകടം സംഭവിച്ചു. അതായത് കുറേ സർപ്പങ്ങൾ അവരുടെ നല്ലൊരു ഭാഗം ആളുകളെയും കടിച്ച് അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. ഇങ്ങനെ മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങൾ മോശയുടെ അടുക്കൽ ചെന്ന് അപേക്ഷിക്കുകയും മോശ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ ദൈവം മോശയ്ക്ക് ഒരു കൽപ്പന കൊടുത്തു. നീ ഈ പാളയമധ്യത്തിൽ ഒരു പിത്തള സർപ്പത്തിൻ്റെ രൂപമുണ്ടാക്കി ഉയർത്തി നിർത്തുക, എന്നിട്ട് സർപ്പത്തിൻ്റെ കടിയേറ്റവർ ഈ പിത്തള സർപ്പത്തെ നോക്കിയാൽ അവർ ജീവിക്കുക, അവർ കടിയുടെ ആ വിഷബാധയിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് ദൈവം പറയുന്നു. അങ്ങനെ മോശ ചെയ്തു, അനേകം ആളുകൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം പറയുന്നു പിത്തള സർപ്പത്തിൻ്റെ രൂപം ഉണ്ടാക്കാൻ. പിത്തള സർപ്പം എന്ന് പറയുന്നത് എന്തായാലും ഒരു സൃഷ്ടിയാണല്ലോ. ഭൂമിയിലോ ഭൂമിക്ക് താഴെയോ ഭൂമിക്ക് മുകളിലോ ഉള്ള ഒന്നിൻ്റെയും രൂപങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം ഈ പിത്തള സർപ്പത്തിൻ്റെ രൂപം ഉണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ രൂപം ഉണ്ടാക്കുന്നതല്ല പ്രധാനം, രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ആരാധിക്കാൻ വേണ്ടി രൂപം ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. ഇവിടെയും തീർന്നില്ല. ദൈവം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ മോശയോട് വാഗ്ദാന പേടകം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട്. വാഗ്ദാന പേടകം എന്നുള്ളതിന് ഇംഗ്ലീഷ് അറിയാമോ? അതായത് ആർക്ക് ഓഫ് ദ കവനന്റ്.
ഈ ആർക്ക് ഓഫ് ദ കവനൻ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അതിൻ്റെ മുകളിൽ ദൈവം പറയുന്നു ഒരു സിംഹാസനം ഉണ്ടാക്കണമെന്ന്. അതിൻ്റെ പേര് സീറ്റ് ഓഫ് വിസ്ഡം, സീറ്റ് ഓഫ് മേഴ്സി എന്നാണ്. അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് കെറൂബുകളെ നിർമ്മിക്കണമെന്ന് ദൈവം പറയുന്നുണ്ട്. കെറൂബുകൾ മാലാഖമാരാണ്, അവർ സ്വർഗത്തിലുള്ളവരാണ്. അപ്പോൾ കെറൂബുകളുടെ രൂപം ഉണ്ടാക്കാൻ പറഞ്ഞ ദൈവം രൂപമുണ്ടാക്കാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അല്ലെന്ന് നമുക്കറിയാം. ഇനിയും നമുക്ക് സൃഷ്ടിയിലേക്ക് കടന്നാൽ മനുഷ്യനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചത്? ഉൽപ്പത്തി പുസ്തകം ഛായയിലും സാധിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങളിൽ ദൈവത്തിന് ഛായയില്ല, ദൈവം അരൂപിയാണ്. അപ്പോൾ ദൈവത്തിന് ഛായ ഉണ്ടാകാൻ പറ്റില്ല. ദൈവം അരൂപിയായതുകൊണ്ട് ദൈവത്തിന് സാദൃശ്യം ഉണ്ടാകാൻ പറ്റില്ല. പക്ഷേ രൂപമോ ഛായയോ സാദൃശ്യമോ ഇല്ലാത്തവൻ മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രൂപം ഉണ്ടാക്കുന്നതിനല്ല ദൈവം എതിർക്കുന്നത്. വേറെ രീതിയിൽ ചിന്തിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 7-ാം അധ്യായത്തിലാണ് മനുഷ്യ സൃഷ്ടിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നത് അവിടെയാണ്. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവിടെ പറയുന്നത് ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് പൂഴിയെടുത്ത് മനുഷ്യ രൂപമുണ്ടാക്കി അതിനെ നാസികയിൽ നിശ്വസിച്ച് അപ്പോൾ അത് ജീവനുള്ള മനുഷ്യനായി തീർന്നു എന്നാണ്. ദൈവം മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. രൂപം ഉണ്ടാക്കുന്നത് വിലക്കിയിട്ടുള്ള ദൈവം വിലക്കുന്നുവെങ്കിൽ, ദൈവം അത് വിലക്കുന്നുവെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ യുഗത്തിലേക്ക് വന്നാലോ. പുതിയ യുഗത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് തന്നെ പോകാം. അതാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. അപ്പോൾ ആ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിലാണ് യേശുവിൻ്റെ മാമോദിസായെ പറ്റി പറയുന്നത്. യേശുവിൻ്റെ മാമോദിസായുടെ സമയത്ത് എന്ത് സംഭവിച്ചു? എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യാനികൾക്കെല്ലാം അറിയാം. എന്താണ്? സ്വർഗം പിളർന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിന് മേൽ വന്നിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ മർക്കോസിൻ്റെ സുവിശേഷമായി ഞാൻ പറയുന്നത്, പക്ഷേ മത്തായിയുടെ സുവിശേഷം നീ എന്നല്ല, ഇവൻ എന്നാണ്. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ദൈവത്തെ, യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിൻ്റെ രൂപം ഇങ്ങനെ പ്രാവിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി യേശുവിലേക്ക് അയച്ചു എന്നർത്ഥം. പ്രാവിൻ്റെ രൂപം അത് ഇവിടെ യേശുവിൻ്റെ സ്നാനത്തിൽ. ഇനി ലൂക്കാ സുവിശേഷം, ലൂക്കായുടെ ആക്ട്സ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ 2-ാം അധ്യായത്തിലാണ് പെന്തക്കോസ്ത് തിരുനാളിനെ പറ്റി പറയുന്നത്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. എങ്ങനെയാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തീ നാവുകളുടെ രൂപത്തിൽ. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ തീനാവിൻ്റെ രൂപത്തിലാക്കി അപ്പോസ്തലന്മാരുടെ മേൽ അയച്ചു. അപ്പോൾ അവിടെയും ദൈവം രൂപം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രൂപമേ ഉണ്ടാക്കാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് വേദപുസ്തക വിരുദ്ധമാണെന്ന് മാത്രമല്ല മനുഷ്യൻ്റെ പുരോഗതിക്ക് വിരുദ്ധമാണ്. കാരണം മനുഷ്യൻ കലകൾ ഉണ്ടാക്കുന്നു, പടങ്ങൾ വരയ്ക്കുന്നു, സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് മനുഷ്യൻ്റെ കല വളരുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഒന്ന് രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ ജെറുസലേം ദേവാലയം പണിഞ്ഞതിന് ശേഷം സോളമൻ അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിട്ട്, സമർപ്പിക്കുന്നതായിട്ടൊരു ഭാഗമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വാക്യം 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യമാണ്. ഈ വാക്യത്തിൽ സോളമൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, നിനക്ക് ആകാശവും ആകാശത്തിൻ്റെ ആകാശങ്ങളും ഒന്നും മതിയാകുകയില്ല നിനക്ക് ഇരിക്കാൻ. നീ അത്രയും വലിയവനാണ്. ഞാൻ ഉണ്ടാക്കിയതായി ചെറിയ ഭവനം വളരെ വളരെ ചെറുതാണ്. അപ്പോൾ ഈ ചെറിയ ഭവനത്തിൽ നിനക്ക് വന്നിരിക്കാൻ പറ്റില്ല. നിനക്ക് ഈ ഭവനത്തിൽ നിൻ്റെ വാസസ്ഥലമാക്കാൻ, നിൻ്റെ ഹൗസ് ഓഫ് ഗോഡ് ആക്കാൻ പറ്റില്ല.
എന്ന് സോളമൻ പറഞ്ഞിട്ട് പറയുന്നു. എങ്കിലും നിന്റെ നാമം ഈ ദേവാലയത്തിൽ, ഈ ആലയത്തിൽ, ഞാൻ ഉണ്ടാക്കിയ ഈ ചെറിയ കെട്ടിടത്തിൽ നീ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ലോകം മുഴുവനുണ്ടായാലും മതിയാകാത്തവനായ ദൈവത്തെ സോളമൻ ഒരർത്ഥത്തിൽ താൻ ഉണ്ടാക്കിയതായ ചെറിയ കെട്ടിടത്തിൽ ആവഹിച്ച് ഇരുത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരുതരം വൈരുദ്ധ്യം തന്നെയാണ് നടക്കുന്നത്. അതായത് ദൈവം അപരിമേയനാണ്, എന്നാൽ മനുഷ്യനുണ്ടാക്കുന്നതെല്ലാം വളരെ പരിമിതമായിട്ടുള്ളവയാണ്. അവ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഈ രണ്ട് കാര്യങ്ങളുടെയും ഇടയിൽ ഒരു ടെൻഷനുണ്ട്. ദൈവം അപരിമിതനാണ്, മനുഷ്യൻ പരിമിതനാണ്. ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള ടെൻഷൻ, അതാണ് ആരാധനയുടെ സ്പേസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ അപരിമിതനായ ദൈവം പരിമിതനായ മനുഷ്യനോട് സംസർഗം ചെയ്യാൻ വേണ്ടി പല രൂപത്തിൽ വരുന്നു. അതിലേറ്റവും അവസാനമായിട്ട് ദൈവം വന്ന രീതിയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ രൂപം ആണെന്ന് പുതിയ നിയമത്തിൽ 2 കൊരിന്ത്യർ 4:4 പറയുന്നുണ്ട്. കൊലോസിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ രൂപമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപമാണ്, ദൈവത്തിൻ്റെ ഛായയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഛായയാണ്. അങ്ങനെ യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ ഛായ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നമുക്ക് രൂപങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? അതിനകത്ത് ഒരു അർത്ഥവുമില്ല. വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാകാത്ത ആളുകൾ ഇത് വലിയ കൽപ്പന ലംഘനമാണെന്ന് പറഞ്ഞ് പരത്തുന്നു എന്ന് മാത്രം. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ കരുണയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ദൈവം കാരുണ്യവാനാകുന്നു, തെറ്റ് ചെയ്തവരോട് പെട്ടെന്ന് ക്ഷമിക്കുന്നവനാകുന്നു, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. അത് ദൈവം കാരുണ്യവാനാകുന്നു എന്ന് പറയാൻ വേണ്ടി യേശു ക്രിസ്തു എന്ത് ചെയ്തു? ദൈവം കാരുണ്യവാനാകുന്നു എന്ന് 10 പ്രാവശ്യമോ അല്ലെങ്കിൽ 100 പ്രാവശ്യമോ പറഞ്ഞാൽ നമുക്കെന്ത് മനസ്സിലാകുമോ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ആ ആശയം കിട്ടാൻ വേണ്ടി യേശു ക്രിസ്തു ദൈവത്തിൻ്റെ 3 രൂപങ്ങൾ, വാഗ്മയ രൂപങ്ങൾ, വാഗ്മയം എന്ന് വെച്ചാൽ അർത്ഥം വാക്കുകൊണ്ട് സൃഷ്ടിച്ചതായ രൂപങ്ങൾ അവിടെ പറയുന്നു. 1-ാമത്തെ രൂപം കാണാതെ പോയ ആടിന് തേടി പോകുന്ന ഇടയൻ, അത് ദൈവമാണ്. 2-ാമത്തെ രൂപം നഷ്ടപ്പെട്ടു പോയ നാണയം തിരയുന്ന വിധവ, അത് ദൈവമാണ്. 3-ാമത്തേത് വീട് വിട്ടിറങ്ങിപ്പോയ മുടിയനായ പുത്രനെ കാത്തിരിക്കുന്ന പിതാവ്, അത് ദൈവമാണ്. അപ്പോൾ ഈ 3 ചിത്രങ്ങൾ വഴിയായി കാരുണ്യവാനായ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുടെ 3 ഭാവങ്ങൾ രൂപങ്ങളായി, അത് വരച്ച രൂപങ്ങളല്ല, കാണുന്ന രൂപങ്ങളല്ല, കേൾക്കുന്ന രൂപങ്ങൾ, വാഗ്മയ രൂപങ്ങളായി യേശു അവിടെ അവതരിപ്പിക്കുകയാണ്. യേശു ചെയ്ത പാവമാണോ? തീർച്ചയായിട്ടുമല്ല. അപ്പോൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്നല്ലാതെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാതെ മതമേ ഉണ്ടാവുകയില്ല. മതം എന്ന് പറയുമ്പോൾ അദൃശ്യനായ, അരൂപനായ, അപ്രമേയനായ ദൈവത്തെ മനുഷ്യൻ്റെ പരിമിതികൾക്കുള്ളിൽ ഒതുക്കി ഏതെങ്കിലും തരത്തിൽ ദൈവത്തിൻ്റെ അപ്രമേയമായിട്ടുള്ള ശക്തിവിശേഷത്തെ, അതിൻ്റെ ഏതെങ്കിലും ഭാഗമെങ്കിലും മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഒതുക്കി നൽകുന്നതാണ് രൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ രൂപങ്ങൾ അതിൽ തന്നെ തെറ്റല്ലെന്ന് മാത്രമല്ല, മതത്തിന് അത്യാവശ്യമാണ്. ദൈവം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് ഒരാൾ ഒരു പ്രസംഗ പീഠത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നത് വിചാരിക്കുക. ഇത് കേട്ടാൽ ഒരു മലയാളിക്ക് മനസ്സിലാകും. എന്നാൽ അവിടെ ഒരു ഇംഗ്ലീഷുകാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷ പറയുന്ന ആളോ വന്നാൽ ഈ പറയുന്ന മനുഷ്യൻ പറയുന്ന, ഈ പ്രസംഗൻ പറയുന്ന എന്തെങ്കിലും അയാൾക്ക് മനസ്സിലാകുമോ? ഇല്ല.
എന്നാൽ അതിന് പകരം അവിടെ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തി മരിക്കുന്ന ഒരു രൂപം, അത് പടമാകാം അല്ലെങ്കിൽ സ്റ്റാച്യു ആകാം, അത് കൊണ്ട് ഉയർത്തി നിർത്തിയാൽ പുറത്തുനിന്ന് വരുന്നവന് ഭാഷ എന്താണെങ്കിലും വളരെ വേഗം അവനത് മനസ്സിലാകും. ഇയാൾ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പറ്റിയാണ്. ഇതാണ് രൂപങ്ങളുടെ ഗുണം. ഈ രൂപങ്ങളില്ലാതെ ഒരിക്കലും മതം എന്ന് പറയുന്നത് സാധ്യമേ അല്ല. രൂപങ്ങളെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ദൈവം 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 എന്ന് പറയുകയല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റുകയില്ല. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ദൈവത്തെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ദൈവത്തെപ്പറ്റി പോസിറ്റീവായിട്ടൊന്നും പറയാൻ പറ്റില്ല. ആകെ പറയാൻ കഴിയുന്നത് നേതി നേതി എന്ന് മാത്രമാണ്. നേതി എന്ന് വെച്ചാൽ അർത്ഥം ഇരി നേതി, ഇങ്ങനെയല്ല പിന്നെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് സാധിക്കുന്ന രീതിയിൽ മനുഷ്യൻ്റെ ഭാഷയിൽ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ രൂപങ്ങളോ ഭാവങ്ങളോ ഒക്കെ ഉണ്ടാക്കിയല്ലാതെ ദൈവാരാധന നടത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. മതത്തിൻ്റെ സാധ്യത തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പൊസിഷനാണ്. ഈ പറയുന്നത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു പക്ഷേ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചതിന് ശേഷം അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കുറച്ചുകൂടി വിശദീകരിച്ച് ഞാൻ പറയാം.